പലരും ധരിച്ചു വെച്ചത് പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ ദീനധികം പറയരുത് എന്നാണ്. അവരുടെ ഒരു തിയറിയാണത്. ആ തിയറി പറയുന്ന ധാരാളം ആളുകളെ കാണാൻ കഴിയും. അവിടങ്ങളിൽ പീഡനം, ഇവിടങ്ങളിൽ പീഡനം, അവിടെ യുദ്ധം, ഇവിടെ യുദ്ധം. അപ്പോഴാണോ ഈ തൗഹീദ് പറയുന്നത്? ചില ആളുകൾ ചോദിക്കണം. അപ്പോഴാണോ അള്ളാഹുവിനെ മാത്രമേ വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടുള്ളൂ എന്ന് പറയുന്നത്? അപ്പോഴാണോ ഖബർ കെട്ടിപ്പൊന്തിക്കരുത് എന്ന് പറയുന്നത്? അപ്പോഴാണോ ഇന്ന ദിക്ർ അത് ബിദ്അത്താണ് എന്ന് പറയുന്നത്? അപ്പോഴാണോ പ്രവാചകന്റെ ജന്മദിനാഘോഷം ബിദ്അത്താണ് എന്ന് പറയുന്നത്? ഇവിടെ എന്തൊക്കെ പ്രശ്നങ്ങൾ മുസ്ലിങ്ങൾക്കുണ്ട്. ആ സമയത്ത് നബിയുടെ ചര്യയും അതുപോലുള്ള കാര്യങ്ങളും പറയുകയാണോ? അള്ളാഹുവിനെ ആദ്യം അനുസരിക്കൂ, എന്നിട്ട് റബ്ബിന്റെ സഹായം നേടിയെടുക്കൂ. അതല്ലാതെ മനുഷ്യന്റെ തന്ത്രങ്ങളോ അവന്റെ ബുദ്ധിയൊന്നുമല്ല വിജയത്തിന്റെ നിദാനം. അള്ളാഹുവിന്റെ സഹായമാണ്. അത് കിട്ടണമെങ്കിൽ, പാദങ്ങളെ അള്ളാഹു ഉറപ്പിച്ച് നിർത്തണമെങ്കിൽ റബ്ബിനെ അനുസരിക്കാൻ തയ്യാറുണ്ടോ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ബദർ യുദ്ധത്തിന് ഇറങ്ങി പുറപ്പെട്ടവൻ വിശ്വാസം പറഞ്ഞതാണ്, ഒട്ടകങ്ങളുടെ കഴുത്തുകളിൽ നിന്ന് ഖിലാദകൾ പൊട്ടിച്ചു മാറ്റണം. കാരണം ആ കാലഘട്ടത്തിൽ യുദ്ധത്തിന് പോകുമ്പോൾ, ജാഹിലിയ കാലഘട്ടത്തിൽ അവർ മന്ത്രിച്ചൂതിയ ചരടുകൾ ഒട്ടകത്തിന്റെ കഴുത്തിൽ കെട്ടുമായിരുന്നു. മൃഗങ്ങളുടെ കഴുത്തിൽ യുദ്ധം ജയിക്കാൻ വേണ്ടി, പരിക്ക് പറ്റാതിരിക്കാൻ വേണ്ടി മന്ത്രിച്ചൂതിയ ചരടുകൾ കെട്ടിയിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത്തരം ഖിലാദകൾ, ചരടുകൾ മുഴുവൻ പൊട്ടിക്കണം. ഇത് ശിർക്കാണ്. ശിർക്കുള്ള ഒരു സമൂഹത്തിന് അള്ളാഹുവിന്റെ സഹായം കിട്ടൂല. അത് ഒരു ചരടാണെങ്കിലും ശരി, അത് പൊട്ടിച്ചു മാറ്റണം. വളരെ വലിയ യുദ്ധത്തിന് പോവാണ്, തൽക്കാലം ആ ചരടൊക്കെ അവിടെ നിന്നോട്ടോ, എല്ലാം കഴിഞ്ഞ് വന്നിട്ട് സാവകാശം പറഞ്ഞു കൊടുക്കാന്ന അല്ല. ആ ചരട് പൊട്ടിക്കൂ, റബ്ബിന്റെ സഹായം ലഭിക്കട്ടെ. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശ്രദ്ധിക്കാണ്, ചില ആളുകൾ ഒട്ടകത്തിന്റെ കഴുത്തിൽ മണിനാഥം, ഒട്ടകം നടക്കുമ്പോൾ ശബ്ദമുണ്ടാകുന്നു, ജറസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് പൊട്ടിച്ചു വലിച്ചെറിയും. ഇത്തരം സൗണ്ടുള്ള സംഘത്തിന്റെ കൂടെ മലക്കുകൾ ഉണ്ടാവില്ല, മലക്കുകൾ മാറി നിൽക്കും. മലക്കുകൾ മാറി നിൽക്കാനാണോ നിങ്ങൾ ഈ ഒരു സന്ദർഭത്തിൽ ഉദ്ദേശിക്കുന്നത്? അതുകൊണ്ട് മ്യൂസിക് അത് വേണ്ട, ആ മണിനാഥത്തിന്റെ ശബ്ദം വേണ്ട, മലക്കുകൾ കൂടെ ഉണ്ടാവില്ല, പൊട്ടിച്ചെറിയാൻ പറഞ്ഞു. ഏത് പ്രതിസന്ധി ഘട്ടത്തിലാകട്ടെ പ്രവാചകന്റെ സുന്നത്തുകൾക്ക് പ്രാധാന്യമുണ്ട്, തൗഹീദിനും സുന്നത്തിനും പ്രാധാന്യമുണ്ട്. ശിർക്കും ബിദ്അത്തും ഗൗരവപ്പെട്ടതാണ് ഏത് സന്ദർഭത്തിലും. അതൊക്കെ ചെയ്തിട്ട് പ്രാർത്ഥിക്കൂ, റബ്ബിന്റെ സഹായം ഉണ്ടാകും. അതൊക്കെ തട്ടിമാറ്റിയിട്ട് പ്രാർത്ഥിച്ചാൽ ഒരു സമൂഹം എന്നുള്ള നിലക്ക് അറബി പേരുള്ളവരെ സഹായിക്കാമെന്ന് അള്ളാഹു ഏറ്റിട്ടില്ല.